ഗൈസ് ഇറ്റ്സ് മീ ലിച്ചസ് കൊച്ചിക്കാരി ചൈതി. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എന്റെ ഷോറൂമിലെ വണ്ടികളായിരിക്കും ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. കാരണം ഇത്രയും നാളും നമ്മൾ ഓരോ ഷോറൂമിൽ പോയിട്ട് അവിടെയുള്ള വണ്ടികളൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നോണ്ടിരുന്നത്. ഇനിയിപ്പോ അങ്ങോട്ട് നമ്മളുടെ ഷോറൂമിൽ കയറുന്ന വണ്ടികളും അതുപോലെ തന്നെ ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള നമ്മുടെ വീഡിയോസിലൂടെ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ എന്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ. കാരണം ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഓരോരുത്തരുടെ ഷോപ്പിലൊക്കെ പോയിട്ടാണ് നമ്മൾ ഓരോ വീഡിയോയും ഒരു വീഡിയോ ചെയ്തോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓരോ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരുന്നത്. ഇനിയിപ്പോ അങ്ങോട്ട് നമ്മൾ നമ്മുടെ ഷോറൂമിലെ വണ്ടികളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നുട്ടോ. അപ്പൊ നമ്മുടെ ഷോറൂമിൽ നമ്മൾ പാർക്ക് ആൻഡ് സെയിലും അതുപോലെ തന്നെ ക്യാഷ് പർച്ചേസും അവൈലബിൾ ആണ്. നമുക്ക് കാറും അതുപോലെ തന്നെ ബൈക്കും നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു സൈഡില് ബൈക്കും അതുപോലെ തന്നെ ഈ ഒരു സൈഡ് മൊത്തം കാസും ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് SUV ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള വണ്ടികളും നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ. അപ്പൊ എന്റെ ഷോറൂമിൽ അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളൊക്കെ ആയിരിക്കും ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ താഴെയായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എന്റെ വാട്സ്ആപ്പ് നമ്പർ കൂടെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ 6282830500. അത് നിങ്ങൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒന്ന് മിസ് കോൾ അടിച്ചതിന് ശേഷം വാട്സപ്പിൽ സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ കാറ്റലോഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഇവിടെയുള്ള എല്ലാ വണ്ടികളുടെയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ താഴെ നമ്പർ കൊടുത്തേക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. മുമ്പായിട്ട് ഈ ഒരു വീഡിയോക്ക് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ട് വണ്ടി കച്ചവടത്തിന്റെ വീഡിയോ ഇപ്പൊ ഷൂട്ട് ചെയ്ത ആളാണ് ഇപ്പൊ എന്റെ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. കാരണം വേറെ ഒന്നും അല്ലാതെ ഏകദേശം ഒരു 200K സംതിങ് എന്തോ ആളുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓർത്ത് എന്തായാലും ഇങ്ങനെ ഒരു ഷോറൂം സ്റ്റാർട്ട് ചെയ്തു, ഇത്രത്തോളം വണ്ടികൾ നിറഞ്ഞു വന്നാ പിന്നെ ആളെ കൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യാന്ന് ഓർത്തിട്ട് ഞാൻ ആളെ വിളിച്ചതേ. ഇപ്പൊ ആളാണ് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. വിളിച്ചാ വിളിപ്പുറത്താണ് ട്ടോ, അത് വേറൊരു കാര്യം. അപ്പൊ എന്തായാലും ഐശ്വര്യമുള്ള കൈകളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനിവേ നമുക്ക് ആദ്യം തന്നെ ഈ വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഈ വണ്ടിക്ക് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഓരോ ഷോറൂമിലൊക്കെ പോയിട്ടാണ് ഓരോ വീഡിയോ ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ഒരു വീഡിയോ ചെയ്തോട്ടെ അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തോണ്ടിരുന്നത്. അപ്പൊ നമ്മള് പുതിയൊരു ഷോറൂം ഇട്ട് അപ്പൊ ഞാൻ ഓർത്ത് ഒരു വണ്ടി പർച്ചേസ് ചെയ്യണമല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ ആദ്യം പർച്ചേസ് ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയാണ് നമ്മുടെ പജേറോ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വണ്ടിയാണ്. എന്താ പറയാ, കിങ് ഓഫ് ഓൾ ട്രെയിൻ എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന പജേറോ SFX 4x4. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് 2011 മോഡൽ വണ്ടിയാണ്. ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ആണ്. 1,24,000 കിലോമീറ്റർ ആണ് വണ്ടി ഇതുവരെ ഓടിയിരിക്കുന്നത്. അതിൽ 1,20,000 വണ്ടിയുടെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന നല്ല ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ്. എന്നാൽ പിൻ ടു പിൻ ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ്. വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. കാരണം ഒറിജിനൽ ജപ്പാൻ സീറ്റ്സ് അതുപോലെ തന്നെ ഒരു ഗ്ലാസ് പോലും റീപ്ലേസ് ചെയ്തിട്ടില്ല വണ്ടിയുടെ. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വണ്ടിയുടെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന്. പിന്നെ അത് മാത്രമല്ല സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, വണ്ടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വില ഭാഗമൊക്കെ ആയിട്ട് ഒത്തു പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് ഇവിടെ ചേരാൻ നല്ലൊരു എന്റെ ഷോറൂം ഉണ്ട്. നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് വണ്ടി നമുക്കൊന്ന് കാണിച്ചിട്ട് അങ്ങനെയൊക്കെ എന്തായാലും നമ്മൾ ഇവിടുന്ന് വണ്ടി നിങ്ങൾക്ക് തരത്തുള്ളൂ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ലിച്ചസ് കൊച്ചിക്കാരി ചെയ്ത് തീർത്തിട്ടേ ഇവിടെ നിങ്ങൾക്ക് വണ്ടി തരത്തുള്ളൂ. കണ്ടതെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു നേവി ബ്ലൂ കളറാണ് കേട്ടോ വണ്ടി. നേവി ബ്ലൂ അതുപോലെ ബാക്ക് സൈഡില് നമുക്ക് ഓൾമോസ്റ്റ് അറിയാലോ പജേറോന്റെ ഈ ഒരു ഷെയ്ഡാണ്. ഡുവൽ കളേഴ്സിലാണ് വരുന്നത്. ഞാൻ ഇവിടെ എന്റെ പേര് ഞാൻ അടിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ട് പർച്ചേസ് ചെയ്ത് കാറിൽ ഇത്രയും വലിയൊരു വണ്ടി ഞാൻ പർച്ചേസ് ചെയ്തുകൊണ്ടിട്ടാണ് ഇവിടെ ഞാൻ എന്റെ പേരും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ബാക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. പജേറോന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് സത്യം പറഞ്ഞാൽ ട്രാവൽ ചെയ്യുന്ന ടൈമിലാണെന്നുണ്ടെങ്കിലും ഈ സീറ്റ്സ് ഒക്കെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഒരു ബെഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള വണ്ടിയാട്ടോ. പക്ഷേ നെഗറ്റീവ് അല്ല, എന്നാലും ഒരു കാര്യം പറയണല്ലോ, നമ്മൾ ഫ്രണ്ടിലിരിക്കുന്ന ആളുകൾക്കും ആണ് കുറച്ചും കൂടി ഒരു കംഫർട്ടബിലിറ്റി. ബാക്കിലിരിക്കുന്ന ആളുകൾക്ക് അത്ര കംഫർട്ടബിലിറ്റി ആണോ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് ടോട്ടലി ഇതൊരു ഒരു ഓഫ് റോഡ് പർപ്പസിനായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്നാണ് എന്റെ ഒരു അഭിപ്രായത്തില്. അതുപോലെ തന്നെ സർവീസ് ബുക്കും അതുപോലെ തന്നെ ടൂൾ കിറ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഇതിന്. അപ്പോ ബാക്ക് സൈഡിൽ ഇരിക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല. കാരണം നമ്മൾ ഈ വണ്ടി ഓടിക്കുന്ന സമയത്തൊക്കെ ശരിക്കും ഒടിവും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതുകൊണ്ട് മാത്രമാണ്. ബാക്കി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാരണം ഞാൻ പോയ സമയത്ത് 4x4 കാര്യങ്ങളൊക്കെ ഇട്ട് ഞാൻ ഒന്നിച്ച് നോക്കിയായിരുന്നു. അപ്പൊ അതിന്റെ എക്സ്പീരിയൻസിലാണ് പറയുന്നത്. പിന്നെ ആ കൈകൊണ്ട് വെച്ചും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താണെന്നുള്ളത്. പിന്നെ ടയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 75-80% ടയറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്.
നല്ലൊരു അടിപൊളി നമ്പർ ആട്ടോ വന്നിരിക്കുന്നത് 666 എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെറും 11 ലക്ഷം രൂപയാണ്. ലാസ്റ്റ് ഒരു 10 കൈ കിട്ടി കഴിഞ്ഞാല് ഞാൻ ഈ വണ്ടി കൊടുക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഓക്കെ, കാരണം അത്രയും ക്ലീൻ ആയിട്ടുള്ള വണ്ടി ആയതുകൊണ്ടിട്ടാണ്. പിന്നെ ഈ വണ്ടിക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കൂടുതലും ആളുകൾ മോഹവിലയാണ് ചോദിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എപ്പോഴും. കാരണം ഈ ഒരു വണ്ടിയൊക്കെ നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കാണ് സത്യം പറഞ്ഞാൽ ഈ വണ്ടിയുടെ ഒക്കെ പ്രത്യേകത എന്താണെന്നുള്ളതും അതിന്റെ വില എത്രത്തോളം ഉണ്ടെന്നും നമുക്ക് മനസ്സിലായത്. ഓക്കെ, അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്നത് എന്റെ ഷോറൂമിൽ ആദ്യമായിട്ട് ഒരു BMW വരുന്നതാണ്. അതാണ് ഈ കിടക്കുന്നേക്ക. രണ്ടാമത്തെ പറഞ്ഞുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഇത് 2016 മോഡല് BMW X1 ആണ്. ടൈം സ്പോട്ട് ആണ്. മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. അതർ സ്റ്റേറ്റ് ആണ്. നമ്മളത് KL ആക്കി തരാം നിങ്ങൾക്ക്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അന്നാണ് ടാക്സ് മാത്രമേ നിങ്ങൾ അടക്കേണ്ടി വരത്തുള്ളൂ. ബാക്കി പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്തു തരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ്. നമ്മൾ അതർ സ്റ്റേറ്റ് വണ്ടികൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് തന്നെ എല്ലാം ക്ലിയർ ചെയ്തിട്ട് നമ്മൾ ഷോറൂമിലൊക്കെ കാണിച്ച് റീപെയിന്റ് ഉണ്ടോ, അതുപോലെ തന്നെ അപ്രോൺ പൊട്ടിച്ച വണ്ടിയാണോ എന്നൊക്കെ നമ്മൾ പിൻ ടു പിൻ നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഈ വണ്ടികളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 26 ലക്ഷം രൂപയാണ് നമ്മൾ ഇതിൽ ചോദിക്കുന്നത്. KL ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഫിനാൻസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മള് KL ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ അറിയാലോ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നമ്മൾ ടാക്സ് അടച്ചിട്ട് വേണം KL ആക്കാനായിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് ഫിനാൻസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. ഗൈസ്, അപ്പോ ഇതാണ് നമ്മുടെ BMW കീ. കണ്ടോ M സ്പോട്ട്, അത് തന്നെ കണ്ടോ M സ്പോട്ടിന്റെ അലോയ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ഇതിന്റെ ഇന്റീരിയറും കൂടെ ഒന്ന് കാണിക്കാം. കാരണം വേറെ ഒന്നല്ല, ഒരു പ്രീമിയം കാർ ആണല്ലോ. അപ്പൊ ഞാൻ ഇതിന്റെ ഇന്റീരിയർ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ BMW X1 ഇന്റീരിയർ എന്ന് പറയുന്നത്. സൺറൂഫ് ഒക്കെ വരുന്നത്, അതുപോലെ തന്നെ ഹെഡ് ഓൺ ഡിസ്പ്ലേ, പാഡൽ ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഭയങ്കര സ്മൂത്ത് ആണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു വണ്ടി ഓടിച്ചിട്ട്. എനിക്കൊക്കെ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു റിക്വസ്റ്റ്, ഇപ്പൊ ഒന്ന് വണ്ടി ഓടിച്ചോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടാണ് നമുക്ക് ഓരോരുത്തർ വണ്ടി വരുന്നത്. പക്ഷെ ഇന്നിപ്പോ കാലം മാറി. നമ്മുടെ ഷോറൂം ഞാൻ അഹങ്കരിച്ച് പറയാല്ല കേട്ടോ. നിങ്ങൾ എന്റെ കഷ്ടപ്പാട് ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ഒരിക്കലും ഞാൻ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നതൊക്കെ. അപ്പൊ അതുകൊണ്ടിട്ട് അത്തരത്തില് ആയതുകൊണ്ടിട്ട് തന്നെ എന്റെ ഷോറൂമിലേക്ക് ഒരു വണ്ടി വന്നപ്പോ തന്നെ ഞാൻ ഒരുപാട് സന്തോഷിച്ചായിരുന്നു. വണ്ടി ഡ്രൈവ് ചെയ്തായിരുന്നു. ക്ലീൻ വണ്ടിയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ. X1 നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്നുണ്ടോ. എഗെയിൻ നമ്മളൊരു BMW കൂടെ ഉണ്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. BMW 5 സീരീസ് ആണ്. 2008 മോഡൽ വണ്ടിയാണിത്. 4th ഓണർഷിപ്പിൽ നിൽക്കുന്നു. റീപെയിന്റ് ആണ്. അത് ആർസി ബുക്കിലും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അറ്റ്ലാന്റിക് ബ്ലൂ എന്നാണ് ഈ ഒരു കളറിന്റെ പേര് വരുന്നത്. 1,30,30,000 കിലോമീറ്റർ ആണ് വണ്ടി ഇതുവരെ ഓടിയിരിക്കുന്നത്. വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. ക്ലിയർ ആണ് വണ്ടി. സർവീസും കാര്യങ്ങളൊക്കെ കമ്പനി സർവീസ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതില് ഒരു അപാകതയുണ്ട്. വേറൊന്നുമല്ല, അപാകത എന്ന് പറയേണ്ട കാര്യമില്ല. എന്നാലും ഞാൻ നിങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഈ ഒരു ഫ്രണ്ട് ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടിട്ടല്ല, ആക്സിഡന്റോ അല്ലെങ്കിൽ കല്ല് തെറിച്ച് വഴി അങ്ങനെയൊന്നും അല്ല. ഇത് കസ്റ്റമറിന്റെ ഓഫീസിന്റെ ഭാഗത്തിൽ ഇട്ടാണ് ചുമ്മാ പൊട്ടിയതാന്നാ പറഞ്ഞത്. എനിക്ക് മേ ബി തോന്നുന്നു ഒത്തിരി വെയില് അടിച്ചതിന്റെ ആയിരിക്കാം മേ ബി ഇങ്ങനെ ഒരു പൊട്ടല് വന്നിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ റീപ്ലേസ് ചെയ്തിട്ടില്ല. ഇനിയിപ്പോ ഏതെങ്കിലും കസ്റ്റമർ വണ്ടി കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വരുവാണെന്നുണ്ടെങ്കിലും നമ്മളിത് റീപ്ലേസ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പൊ ഇതിന്റെ ഇന്റീരിയർ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല ക്ലീൻ ആയിട്ടുള്ള ഇന്റീരിയർ ആണ്. കാരണം 2008 വണ്ടിയാണെങ്കിൽ പോലും ആ ഒരു കാലപ്പഴക്കം ശരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം അത്രയും അടിപൊളിയായിട്ടുള്ള ഇന്റീരിയർ ആണ് കേട്ടോ. ഗിയർ നോബ് ഒക്കെ കണ്ടോ നിങ്ങൾ? ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗിയർ നോബാണ്. ആക്ച്വലി എനിക്ക് കൂടുതലും ഇഷ്ടം മാനുവൽ വണ്ടികൾ ഓടിക്കുന്നതാണ്. കാരണം നമ്മൾ ആ ക്ലച്ചും കാര്യങ്ങളൊക്കെ ചവിട്ടിയൊക്കെ ഓടിക്കുന്നതാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. പക്ഷേ നമ്മുടെ എറണാകുളം സിറ്റിയിലൊക്കെ കുറച്ച് തിരക്കുള്ള റോഡിലൊക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് എപ്പോഴും നല്ലത്. അപ്പൊ ഇതിന്റെ ഗിയർ നോബ് കണ്ടപ്പോ എനിക്ക് വളരെ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. കാരണം ഞാൻ അധികം അങ്ങനെ പ്രീമിയം വണ്ടികൾ യൂസ് ചെയ്യുന്ന ഒരാളേ അല്ല കേട്ടോ. അത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം. അഹങ്കരിച്ച് പറയുന്നതല്ല. ഞാൻ അങ്ങനെ വളരെ കുറവാണ് പ്രീമിയം വണ്ടികൾ യൂസ് ചെയ്യുന്ന ഓടിച്ച് നോക്കിയിട്ടുള്ളതൊക്കെ. അതുകൊണ്ടിട്ട് തന്നെ എന്റെ ഷോറൂമിലേക്ക് വണ്ടികൾ കയറിയപ്പോഴാണ് ആക്ച്വലി ഈച്ച് ആൻഡ് എവറിത്തിങ് എനിക്ക് വണ്ടിനെ പറ്റിയിട്ട് എനിക്ക് പഠിക്കാനും അറിയാനൊക്കെ പറ്റിയത്. അതുകൊണ്ടിട്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ്. കാരണം കസ്റ്റമർ ആണെന്നുണ്ടെങ്കിലും അത്രയും വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് കൊണ്ടുനടന്നു വെച്ചാൽ ഒരു വണ്ടിയും കൂടെ ആണ് കേട്ടോ. കാരണം കസ്റ്റമറോട് വന്ന് നമ്മുടെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ തോന്നി. കാരണം ഇതെല്ലാം നമ്മളുടെ ഇവിടെ കിടക്കുന്ന ഒട്ടുമിക്ക വണ്ടികളും ഡയറക്റ്റ് ഓണേഴ്സിന്റെ വണ്ടികളാണ്. അപ്പൊ അതുകൊണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് നിങ്ങളോടാണെന്നുണ്ടെങ്കിലും പറയാനായിട്ട് പറ്റും. അപ്പൊ
ഇതാണ് നമ്മുടെ BMW ഇന്റീരിയർ. എനിക്ക് തോന്നുന്നു മേ ബി ഇത് ഇത്ര വർണ്ണിക്കേണ്ട കാര്യമൊന്നും ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. കാരണം ഒട്ടുമിക്ക വണ്ടി പ്രേമികളും ഏറ്റവും കൂടുതൽ ആദ്യം നോക്കുന്നത് ഇങ്ങനത്തെ പ്രീമിയം വണ്ടികളൊക്കെ ആയിരിക്കും. ഇനി അതിന്റെ ഇന്റീരിയറും അതുപോലെ തന്നെ എക്സ്റ്റീരിയറും എഞ്ചിൻ സ്പെസിഫിക്കേഷൻസും അതൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ നോക്കുന്നത്. അപ്പൊ എന്തായാലും ഞാൻ ഇനി കൂടുതൽ വർണ്ണിക്കുന്നില്ല. എല്ലാം വർക്കിംഗ് കണ്ടീഷൻ ആട്ടോ. സൺറൂഫും AC കാര്യങ്ങളൊക്കെ വർക്കിംഗ് കണ്ടീഷൻ ആണ്. കാരണം 2008 എന്ന് പറയുമ്പോഴത്തേക്കും അത്രയും പഴക്കമുള്ളതായിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. സോ അങ്ങനെയല്ല കേട്ടോ, എല്ലാം വർക്കിംഗ് ആയിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ BMW വിശേഷങ്ങൾ ഗൈസ്. അപ്പൊ ഈ ഒരു BMW ഞാൻ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 6 ലക്ഷം രൂപയാണ്. എന്ന് പറഞ്ഞാല് നമ്മുടെ സ്വിഫ്റ്റ് ഒക്കെ വാങ്ങിക്കുന്ന പ്രൈസിന് നിങ്ങൾക്ക് ഈ കാണുന്ന പ്രീമിയം വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ലോൺ കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല, റെഡി ക്യാഷ് ഡീൽ. ഓക്കെ, വെറും 2 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റിൽ എടുക്കാൻ പറ്റിയ ഫോർച്യൂണർ ആയിട്ടാണ് കേട്ടോ അടുത്ത നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. 2013 മോഡൽ 14 രജിസ്ട്രേഷൻ ആണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. ഇത് രജിസ്ട്രേഷൻ ആട്ടോ. എന്ന് പറഞ്ഞാൽ റീസെന്റ് KL 43 രജിസ്ട്രേഷനിലേക്ക് ആക്കിയ വണ്ടിയാണ്. എന്നുള്ള ഏകദേശം 2 ലക്ഷം രൂപ ടാക്സ് കൊടുത്തിട്ട് നമ്മൾ KLലേക്ക് ആക്കിയ വണ്ടിയാണ്. കാരണം ഒത്തിരി എൻക്വയറീസ് വരുന്നുണ്ട് ടൊയോട്ട ഫോർച്യൂണറും അതുപോലെ തന്നെ ഇന്നോവക്കൊക്കെ. അപ്പൊ അതുകൊണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു വണ്ടി നമ്മൾ KLലേക്ക് ആക്കിയത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ NOC പ്രൈസിൽ നമുക്ക് വണ്ടികൾ അവൈലബിൾ ആണ്. KLലേക്ക് ആക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. 4x2 ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 1,54,000 കിലോമീറ്റർ ആണ് വണ്ടി ഇതുവരെ ഓടിയിരിക്കുന്നത്. ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ്. കാരണം നമ്മൾ ഈ റീസെന്റ് ആണ് നമ്മൾ നിപ്പോൺ ടൊയോട്ടൊക്കെ കൊണ്ടുപോയിട്ട് വണ്ടി 50,000 രൂപ കൊടുത്ത് നമ്മൾ കംപ്ലീറ്റ് സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിറക്കിയ വണ്ടിയാണ്. ചെറിയൊരു ക്ലെയിം ഉണ്ട്. അത് ഈ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലെ ഹെഡ്ലൈറ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അത് മാത്രമാണ് ചെറിയൊരു ക്ലെയിം എന്ന് പറഞ്ഞത്. വേറെ ഒന്നും റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ്. ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാവേ. എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു വണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഫോർച്യൂണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. നമ്മള് എക്സ്ട്രാ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ക്ലീൻ ആയിട്ടുള്ള വണ്ടിയല്ലേ. എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ലേഡീസിനൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. കാരണം കൂടുതലും എപ്പോഴും ലേഡീസ് ഓട്ടോമാറ്റിക് വണ്ടികൾ പ്രിഫർ ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തിൽ നിങ്ങൾക്ക് ഒരു വണ്ടി, ഒരു ബിഗ് SUV നിങ്ങൾക്ക് വേണമെന്നുണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം ഫാമിലിക്ക് ആണെന്നുണ്ടെങ്കിലും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് പോവാൻ പറ്റിയൊരു വണ്ടിയാണ് ഫോർച്യൂണർ. അപ്പൊ അത്തരത്തിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടി തന്നെയാണ് ഫോർച്യൂണർ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ വെറും 2 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് ഈ കാണുന്ന വണ്ടി എടുക്കാവുന്നതാണ്. ഞാൻ ഇനി ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെറും 16 ലക്ഷം രൂപയാണ്. നമ്മൾ KL ആക്കിയിട്ടാണ് ഈ വണ്ടി, KL ആയി കിടക്കുന്ന വണ്ടിയാണ് ഈ ചോദിക്കുന്ന പ്രൈസ്. അപ്പൊ നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ കൊടുത്തേക്ക്, അതിലേക്ക് ഒന്ന് DM ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനിയും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അത് കൂടാതെ നമുക്ക് ഇതിന്റെ സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. കമ്പനിയിൽ അവൈലബിൾ ആണ്. പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കിടക്കുന്ന ഒരു വണ്ടിയും കൂടെ ആണ് ഇത്. അടുത്ത നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വീണ്ടും ഒരു ടൊയോട്ട ഫോർച്യൂണർ ആണ്. 2013 മോഡല് ടൊയോട്ട ഫോർച്യൂണർ 4x2 ഓട്ടോമാറ്റിക് ആണ്. സെയിം നമ്മുടെ ആ വൈറ്റ് ഫോർച്യൂണർ പോലെ തന്നെയാണ്. 1,18,000 കിലോമീറ്റർ ആണ് വണ്ടി ഇതുവരെ ഓടിയിരിക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഫ്രണ്ട് ഗ്ലാസ് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് അവൈലബിൾ ആണ്. നിങ്ങൾ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് കാണിച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക്. കാരണം വേറെ ആക്സിഡന്റ് ആയിട്ടൊന്നും അല്ല. അത് നമ്മൾ ഇങ്ങോട്ടേക്ക് നമ്മൾ ഒട്ടുമിക്ക വണ്ടികളും നമ്മൾ ഡൽഹിയിൽ നിന്നൊക്കെ നമ്മൾ ഓടിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പൊ ആ സമയത്ത് വീണായിരുന്നു. അപ്പൊ അതുകൊണ്ടിട്ടാണ് അത് റീപ്ലേസ് ചെയ്തത്. അത് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു തരാം. അത് മാത്രമേ ഇതിൽ റീപ്ലേസ് ചെയ്തിട്ടുള്ളൂ. വേറെ ഒന്നും റീപ്ലേസ് അല്ല. ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ്. ടയേഴ്സും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു 75% ടയറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് KL രജിസ്ട്രേഷനിലേക്ക് ആക്കി തരാം. അതർവൈസ് നമ്മൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NOC റേറ്റ് ആണ് ഞാൻ പറയുന്നത്. 13,000 നമ്മൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു ഓടിച്ച സമയത്താണെന്നുണ്ടെങ്കിൽ. ഈ ഫോർച്യൂണർ ഒക്കെ ഭയങ്കര രസമാണ് ഓടിക്കാനായിട്ട്. കാരണം നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 3 ആൾക്കാരെ കൊണ്ട് നമ്മൾ വാലുവേഷൻ ചെയ്തിട്ടാണ് എയ്ച്ച് ആൻഡ് എവറി വണ്ടികൾ നമ്മൾ ഇവിടെ നിന്ന് ഷോറൂമിൽ നമ്മൾ ഇറക്കി കൊടുക്കുന്നത്. നമ്മളത് ഡെലിവറിക്ക് കൊടുക്കുന്നതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യും. കാരണം നമ്മൾ വണ്ടികൾ ഇവിടെ കൊടുക്കുന്നത് കസ്റ്റമർക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോകാനായിട്ടല്ല, അവർക്ക് ഓടിച്ചുകൊണ്ട് നടക്കാനാണ്. സോ നമ്മൾ ഇവിടെ നിന്ന് വണ്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടെ ചെക്ക് ചെയ്യും. ഒന്നും കൂടെ നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഡെലിവറിക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നത്. അപ്പോ ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ഇതാണ്. നമുക്ക് ഇനി KLലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ടാക്സ് എക്സ്ട്രാ വേറെ വരും. അപ്പൊ പ്രൈസ് ഒരു ചെറിയൊരു ഡിഫറൻസ് മാത്രം വരുള്ളൂ. അതർവൈസ് നിങ്ങൾക്ക് NOC റേറ്റ് തന്നെ വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മേടിക്കാം. KL ആക്കണമെന്നുണ്ടെങ്കിൽ അത് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫോർച്യൂണറിന്റെ ഇന്റീരിയർ എന്ന് പറയുന്നത്. നമ്മൾ ബാക്കിലെ നമുക്ക് വേറൊരു ജീപ്പ് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ കുറച്ച് സാധനങ്ങൾ ഈ വണ്ടിയുടെ അകത്തിരിക്കുന്നുണ്ട്. അത് നിങ്ങളൊന്നും വിചാരിക്കരുത്. ഓക്കെ,
ഇത് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ. ഇത് ക്യാപ്റ്റൻ യൂസ് ചെയ്തിരുന്ന വണ്ടിയാണ്. അപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി, ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണിത്. ഓക്കെ, അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്നത് ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റയാണ്. 2.4 ലിറ്റർ സെഡ് ഓപ്ഷൻ വരുന്ന വണ്ടിയാണിത്. ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. ഒരു ഗ്രേപ്പ് കളറാണിത്. ഇത് അതർ സ്റ്റേറ്റ് വണ്ടിയാണ്, UK രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണിത് കേട്ടോ. ഡീസലാണ്. ഇതെല്ലാം ഇന്റർകൂളറാണ്. ഇന്റർകൂളർ വണ്ടിയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇറങ്ങിയിട്ടില്ല. അതുപോലെ നമ്മുടെ ഈ മെട്രോ സിറ്റി പോലുള്ള സ്ഥലങ്ങളിലാണ് ഇന്റർകൂളർ ഇറങ്ങിയിരിക്കുന്നത്. അത് എസ്പെഷ്യലി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ ഒരു പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിനൊക്കെ നമ്മുടെ ഇവിടെ ഒട്ടുമിക്ക ഇന്നോവ, അങ്ങനെ ഇവിടെ കിടക്കുന്ന ഇന്നോവയ്ക്ക് അതുപോലെ ക്രിസ്റ്റൊക്കെ ഇന്റർകൂളർ വരുന്നുണ്ട്. ഡീസലാണിത്. ഓട്ടോമാറ്റിക് ആണ്. ടോപ്പിന്റെ വണ്ടിയാണ്. 1,04,991 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 16.5 ലക്ഷം രൂപയാണ്. വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്ന ഒരു കസ്റ്റമർ, അതും കണ്ണൂരിൽ നിന്ന് ഇന്ന് രാവിലെ കസ്റ്റമർ വന്ന് നമ്മളുടെ ഈ കാണുന്ന ഇന്നോവ ക്രിസ്റ്റ അഡ്വാൻസ് ബുക്ക് ചെയ്ത് പോയേക്കുവാണ്. അപ്പൊ നമ്മുടെ സ്ഥിരം കാണുന്ന ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട്. അവർ നമ്മളെ വിശ്വസിച്ച് ഡയറക്റ്റ് നമ്മുടെ ഷോറൂമിലേക്ക്, എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി അവർ വന്ന് ഇവിടെ സ്റ്റേ ചെയ്ത് ഇന്ന് രാവിലെ ഡയറക്റ്റ് നമ്മുടെ ഷോറൂമിലേക്ക് വന്ന് വണ്ടി കണ്ടു, ഇഷ്ടപ്പെട്ടു, അപ്പൊ തന്നെ ബുക്ക് ചെയ്തിട്ട് കസ്റ്റമർ പോയിട്ടാ. വിഷമിക്കണ്ട, ഇനി ഇതുപോലത്തെ ഉള്ള നമ്മുടെ ക്രിസ്റ്റ ഇനി വരുന്നുണ്ട്. ഒറിജിനൽ കേരള വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 10 ക്രിസ്റ്റ നമ്മൾ അതർ സ്റ്റേറ്റിൽ നിന്ന് എടുക്കുന്നുണ്ട്. കമ്മിങ് സൂൺ ആണ്. അതോർത്തിട്ട് നിങ്ങൾ പേടിക്കണ്ട. ഒരുപാട് വണ്ടികൾ ഇനി നമ്മുടെ ഷോറൂം നമ്മൾ നിറയ്ക്കാനായിട്ട് പോവാണ്. ഓക്കെ, അടുത്തത് വീണ്ടും നമ്മളൊരു ക്രിസ്റ്റ തന്നെയാണ് പരിചയപ്പെടുത്തുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് 2017 മോഡൽ 2.8G ആണ്. G ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണിത്. ഇത് ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. ആകെ 85,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. ഒരു ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു വണ്ടിയാണ് കേട്ടോ. ഈ വണ്ടി ഇപ്പൊ എനിക്ക് തോന്നുന്നു അധികം സ്ക്രാച്ചും കാര്യങ്ങളില്ല. ഇത് അതർ സ്റ്റേറ്റ് വണ്ടി ആകുമ്പോഴത്തേക്കും ഒട്ടുമിക്ക ആളുകൾക്കും ഒരു പേടി ഉണ്ടാവുമായിരിക്കും. അപ്രോൺ പൊട്ടിച്ചതാണോ ആക്സിഡന്റ് ആണോ എന്നൊക്കെ ഓർത്ത്. കാരണം അങ്ങനെയുള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അത് പറഞ്ഞിട്ട് ഇവിടുന്ന് വണ്ടി കൊടുക്കത്തുള്ളൂ. കാരണം നിങ്ങളിപ്പോ ഞാനിപ്പോ പറഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഗ്ലാസ് റീപ്ലേസ് ഉണ്ടോ, ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടോ, അതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മെക്കാനിക്കിനെ വെച്ചിട്ട് വണ്ടി നിങ്ങൾക്ക് ഓടിച്ചു നോക്കിയിട്ടൊക്കെ നിങ്ങൾ എടുത്താൽ മതി. അതിനൊന്നും നമുക്ക് ഒരു വിഷയവുമില്ല. കാരണം ഇവിടുന്ന് നമ്മുടെ റിച്ചൂസ് കൊച്ചിക്കാരി അച്ചാക്കിന്റെ ഷോറൂമിൽ ഏതെങ്കിലും ഒരു കസ്റ്റമർ ഇറങ്ങി പോവുകയാണെന്നുണ്ടെങ്കിൽ അവര് ഹാപ്പി ആയിട്ട് തന്നെ പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഡയറക്റ്റ് വന്ന് നോക്കി ഏതെങ്കിലും ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് വണ്ടി ഫുള്ള് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 ലക്ഷം രൂപയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കേരളത്തിലേക്ക് നമ്മൾ ആക്കി തരുന്നതായിരിക്കും. ഇതിന്റെ ഇന്റീരിയറും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നല്ല ക്ലീൻ ആയിട്ടുള്ള ഇന്റീരിയർ ആണ്. നമ്മളിത് ആക്ച്വലി ഇന്ന് കൊണ്ടുവന്ന വണ്ടിയാട്ടോ. ഇന്നാണ് ഈ വണ്ടി എത്തിയത്. അതുകൊണ്ട് മാറ്റൊക്കെ ഒന്ന് ഇത്തിരി വൃത്തിയായിട്ട് കിടപ്പുണ്ട്. ബാക്കി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റും റൂഫും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലീൻ ആയിട്ട് തന്നെ കിടക്കുന്ന ഒരു വണ്ടിയാണ്. ഇന്ന് മോർണിംഗ് ആണ് നമുക്ക് ഈ ഒരു വണ്ടി എത്തിയത്. അതുകൊണ്ടിട്ട് നമ്മൾ ഒന്ന് വാഷിംഗ് എന്ന് ഇന്റീരിയർ ഒന്ന് വാക്യൂം ഒക്കെ ചെയ്യാനായിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇതൊക്കെ ക്ലീൻ ആക്കിയിട്ട് നമ്മൾ ഏതൊരു കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കത്തുള്ളൂ. അടുത്ത നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് ടൊയോട്ടയുടെ ആൾട്ടിസ് ആണ് കേട്ടോ. എന്നാൽ ഇത് അതർ സ്റ്റേറ്റ് ഡൽഹി രജിസ്ട്രേഷൻ വണ്ടിയാണിത്. 2014 മോഡൽ വണ്ടി. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന 70,000 കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന വണ്ടിയാണ്. ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ അങ്ങനെ ഒന്നുമില്ല. ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ്. ഇത് ഡൽഹി രജിസ്ട്രേഷൻ വണ്ടിയാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കേരളത്തിലേക്ക് നിങ്ങൾക്ക് ആക്കി തരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് ആണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7.25 ലക്ഷം രൂപയാണ്. നിങ്ങൾക്ക് ആ ഒരു പ്രൈസ് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനത്തെ സെഡാൻ വണ്ടികളൊക്കെ ആരെങ്കിലും ഒക്കെ വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു വണ്ടി തന്നെയാണ്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വണ്ടിയാണ്. എന്നാൽ നമ്മുടെ ഈ ഹോണ്ട അക്കോർഡ് അത്ര ഇല്ല, എന്നാലും അതുപോലെയൊക്കെ തന്നെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റിയൊരു വണ്ടിയാണ് കേട്ടോ. ഒരു പ്രീമിയം ലെവലിലേക്ക് ആയിട്ടില്ല, എന്നാൽ ആ ഒരു പ്രീമിയം സെഗ്മെന്റിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയൊരു വണ്ടി തന്നെയാണ് കൊറോള ആൾട്ടിസ് എന്ന് പറഞ്ഞാൽ. ഭയങ്കര ഡിമാൻഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഈ ഒരു ടൊയോട്ടയുടെ ഒട്ടുമിക്ക വാഹനങ്ങളും എനിക്ക് തോന്നുന്നത് ഡിമാൻഡ് ഉള്ളതാണ്. അതുപോലെ തന്നെ ഡിമാൻഡ് ഉള്ള ഒരു വണ്ടിയാണ്. നമ്മൾ അതർ സ്റ്റേറ്റിൽ നിന്ന് വണ്ടികൾ പർച്ചേസ് ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്ക് ആളുകൾ ചോദിക്കാറുള്ള വണ്ടികളാണ്. ഞാൻ പറയാം, ഫോർച്യൂണർ, ഇന്നോവ ക്രിസ്റ്റ, അതുപോലെ തന്നെ ആൾട്ടിസ്, ഈ 4 വണ്ടികളും അതുപോലെ തന്നെ എത്തിയോസ്, ഇതൊക്കെ ഈ 5 വണ്ടികളും കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതാണ്. ഇതിന്റെ ഇന്റീരിയർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതെ, ഇതാണ് നമ്മുടെ ആൾട്ടിസിന്റെ ഇന്റീരിയർ. നല്ലൊരു ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഒക്കെ വരുന്നുണ്ട്. മാനുവൽ ആണ്. ഇത് ഡീസൽ എഞ്ചിൻ ആണ് കേട്ടോ. നമുക്ക് ഏകദേശം ഒരു 22 ലിറ്റർ നമുക്ക് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വണ്ടി തന്നെയാണ്. അത്യാവശ്യം ഒരു 4 അല്ലെങ്കിൽ 5 പേർക്ക് വളരെ സുഖകരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു സെഡാൻ വാഹനമാണ് കൊറോള ആൾട്ടിസ്. കണ്ടോ, ഇതിന്റെ ബാക്ക് ഒക്കെ നോക്കിക്കേ. പറഞ്ഞില്ലായിരുന്നു, അത്യാവശ്യം നമുക്കൊരു പ്രീമിയം ലെവലിൽ കാണാൻ പറ്റിയൊരു വണ്ടി തന്നെയാണ് കൊറോള ആൾട്ടിസ്. ഓക്കെ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറഞ്ഞ് എനിക്ക് തിരുത്തി തരാവുന്നതാണ്. അടുത്ത നമ്മൾ
പരിചയപ്പെടുത്താൻ പോണത് വീണ്ടും ഒരു സെഡാൻ വാഹനമാണ്. നമ്മളുടെ ടൊയോട്ടയുടെ എത്തിയോസ് ആണിത്. 2016 മോഡല് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ആകെ 60,000 കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന വണ്ടിയാണിത്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ടാക്സി പേർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും ഡീസൽ എഞ്ചിനാണ്. പക്ഷെ ഇത് പെട്രോൾ എഞ്ചിനിൽ വരുന്ന മാനുവൽ ഓപ്ഷൻ വണ്ടിയാണിത്. ഇത് അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ്. ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ്. KL41 രജിസ്ട്രേഷൻ വണ്ടിയാണ്. വേറെ ഫ്ലഡോ ആക്സിഡന്റോ ഒന്നുമില്ലാത്ത ക്ലീൻ പീസ് വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണിത്. ആരെങ്കിലും ഒക്കെ തന്നെ ടാക്സി ഒക്കെ ഓടിക്കാൻ അല്ലെങ്കിൽ അതൊക്കെ ഓടാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ടിട്ട് മേ ബി ഓക്കെ ഡീസൽ എഞ്ചിനാണ് കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്നത്. കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്തിയോസ് ലിവയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണോ എന്നുള്ളത്. നമുക്ക് ഇവിടെ എത്തിയോസ് ലിവ സെഡാനും അതുപോലെ തന്നെ നമുക്ക് നോർമലി നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 5.5 ലക്ഷം രൂപയാണ്. നമുക്ക് ലോൺ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഏകദേശം ഒരു 1 ലക്ഷം രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാവുന്നതാണ്. മന്ത്ലി ഒരു 20,000 താഴെയൊക്കെ നമുക്ക് ഏകദേശം അപ്രോക്സിമേറ്റ്ലി ആണ് ഞാൻ പറയുന്നത്. ഏകദേശം ആ ഒരു റേഞ്ചിൽ നമുക്ക് EMI എമൗണ്ട് വരത്തുള്ളൂ കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ എത്തിയോസിന്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഇന്റീരിയർ ആണ്. ആ സിംഗിൾ ഓണർ യൂസ് ചെയ്തതിന്റെ ഒരു പെർഫെക്ഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ഇന്റീരിയറിൽ നിന്ന് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും ക്ലീൻ ആയിട്ട് തന്നെയാണ് വണ്ടി കിടക്കുന്നതും അതുപോലെ തന്നെ ഇന്റീരിയറും കാര്യങ്ങളെല്ലാം. ഇവിടെ മഴയും കാര്യങ്ങളൊക്കെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് അറിയത്തില്ല എത്രത്തോളം സൗണ്ട് ഓക്കെ ആകുമെന്നുള്ളത്. കാരണം നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ക്യാമറയിൽ നമ്മൾ ഒരു വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഇത്രയും നാൾ നമ്മൾ ഐഫോണിലാണ് ഓരോ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ടിട്ട് മേ ബി അടിപൊളിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം. ഗൈസ്, അടുത്ത നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് കുറച്ച് ഇനോവ ഉണ്ട്. ഈ കിടക്കുന്ന ഇനോവ മൊത്തം ഇന്റർകൂളർ ആണ്. ഇത് റീ രജിസ്ട്രേഷൻ ആണ്. 2008 മോഡൽ വണ്ടി. ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞെടുക്കുന്ന വണ്ടിയാണിത്. 1,46,000 കിലോമീറ്റർ ആണ് വണ്ടി ഇതുവരെ ഓടിയിരിക്കുന്നത്. 3rd ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. നമ്മൾ ഇത് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 4,20,000 രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നമ്മുടെ ഷോറൂമിലേക്ക് ഡയറക്റ്റ് വരുന്ന കസ്റ്റമർക്കായിരിക്കും നമ്മൾ നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ ഫോണിൽ വിളിച്ചിട്ട് പ്രൈസ് നെഗോഷ്യബിൾ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തരില്ല. നിങ്ങൾ ഡയറക്റ്റ് നമ്മുടെ ഷോറൂമിലേക്ക് വരാം. വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇന്റീരിയർ നോക്കട്ടെ കേട്ടോ. നമ്മളിപ്പോ ഇവിടെ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടിട്ട് ഇന്റീരിയർ ഓപ്പൺ ആണ് കേട്ടോ. പിള്ളേരൊക്കെ എല്ലാം സെറ്റ് ആക്കി വെച്ചേക്കണം. ഞാൻ ഇവിടെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ എല്ലാരും താക്കോലും കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാ വണ്ടിയും ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നോവയുടെ ഇന്റീരിയർ എന്ന് പറയുന്നത്. നല്ല ക്ലീൻ ആയിട്ടുള്ള ഇന്റീരിയർ ആണ്. ഇതിൽ നമുക്ക് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നോവയുടെ ഇന്റീരിയർ. നല്ല ക്ലീൻ ആയിട്ടുള്ള ഇന്റീരിയർ ആണ്. ഇതിന്റെ AC കണ്ടോ, സെൻട്രലൈസ്ഡ് ACയും കാര്യങ്ങളൊക്കെയാണ്. 8 പേർക്ക് സുഖമായിട്ട് പോകാൻ പറ്റിയൊരു വണ്ടിയാണ്. ഈ ഒരു ഇന്നോവയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി യൂസിനൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വണ്ടിയാണ്. അത് മാത്രമല്ല കംഫർട്ടബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ലോങ് ഡ്രൈവിന് ഏറ്റവും കംഫർട്ടബിലിറ്റി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ ഫാമിലി യൂസിന് അത്യാവശ്യം ബഡ്ജറ്റിലൊക്കെ കൊണ്ടു നടക്കാൻ പറ്റിയൊരു വണ്ടിയാണ് ഇന്നോവ. പിന്നെ ഇത് കൺവേർട്ട് ചെയ്താണ്. ഇത് ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ചെയ്ത വണ്ടിയാണിത്. അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇന്നോവ തന്നെയാണ്. ഇതും ഇന്റർകൂളർ ആണ്. ഇത് അതർ സ്റ്റേറ്റ് വണ്ടിയാണ്. ഇത് അതർ സ്റ്റേറ്റ് ആണ്. ഇത് റീ രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ്. ഇത് റീസെന്റ് ആണ് നമ്മളിത് KL-ലേക്ക് ആക്കിയത്. KL07D രജിസ്ട്രേഷൻ വന്നിരിക്കുന്ന വണ്ടിയാണിത്. ഇത് 2012 മോഡൽ വണ്ടിയാണ്. G ആണ്. അതായത് ടൊയോട്ട ഇന്നോവ G ആണ്. 2nd ഓണർഷിപ്പ്. 1,45,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. നമുക്ക് ഇതിന് ലോൺ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഏകദേശം ഒരു 1 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു 1.5 ലക്ഷം രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാല് നമുക്ക് ലോൺ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ബാക്കി ഇപ്പൊ നമുക്ക് കുറച്ച് ഡൗൺ പേയ്മെന്റ് ഇട്ട് ബാക്കി നമുക്ക് ഫിനാൻസ് ചെയ്യാവുന്നതാണ്. കുറെ പേര് നമ്മളുടെ അടുത്ത് ചോദിക്കുന്നതാണ്. കാരണം ഇതിന് മുമ്പേ നമ്മൾ വൈറ്റ് ഇന്നോവയുടെ വീടിട്ട സമയത്ത് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നോവ ഈ ഒരു വൈറ്റ് കളർ ഇന്നോവ അവൈലബിൾ ആണെന്നുള്ളത്. അപ്പൊ ഞാൻ ഇതിന്റെ ഇന്റീരിയർ കൂടെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നോവയുടെ ഇന്റീരിയർ. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ്. പിന്നെ സീറ്റിലൊക്കെ കുറച്ച് എനിക്ക് തോന്നുന്നു അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, റൂഫിലൊക്കെ ഉണ്ട്. അത് എനിക്ക് തോന്നണമെന്നല്ല, നമുക്കൊരു പോളിഷിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആവുന്നതേ ഉള്ളൂ. അത് നമ്മൾ എന്തായാലും നമ്മുടെ ഭാഗത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ 4 ടയേഴ്സും ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു
ഒരു 60% ടയറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇന്റർകൂളർ ആണ്. അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് 15 കിലോമീറ്റർ മൈലേജ് കിട്ടും എന്നുള്ളതാണ്. എല്ലാവർക്കും അത് അറിയാമോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. കാരണം ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു വീഡിയോ ഇട്ട സമയത്ത് എന്നെ ഒരുപാട് പേരെന്നെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. 15 കിലോമീറ്റർ ഇനോവക്ക് മൈലേജ് കിട്ടും എന്നുള്ളത്. കിട്ടും ഗൈസ്, കാരണം ഇന്റർകൂളർ ആയതുകൊണ്ടിട്ട് നമുക്ക് അത്യാവശ്യം 15 കിലോമീറ്റർ മൈലേജ് എന്തായാലും കിട്ടിയിരിക്കും. നമ്മളത് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തത് കൊണ്ട് നമ്മൾ ചികിത്സിച്ചുകൊണ്ട് മാത്രമാണ് ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ. നമ്മൾ പരിചയപ്പെടുത്തുന്നത് 2014 മോഡല് ഇന്നോവയാണ്. 2.5 ലിറ്റർ വി ഓപ്ഷനിൽ വരുന്ന വണ്ടി. ഇന്റർകൂളർ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്. ആകെ 87,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത്രയും നാൾ നമ്മൾ ഓരോ ഷോറൂമിൽ പോയപ്പോ ഞാൻ ആലോചിച്ചിട്ട് ഇവരെല്ലാരും കൂടെ എങ്ങനെയാണ് ഇത്രയും ഡീറ്റെയിൽസ് ഇത്രയും തരത്തിൽ കേട്ടിരുന്നത്. ബട്ട് ഇപ്പോഴാണ് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ കിടക്കുന്ന ഒട്ടുമിക്ക വണ്ടികളുടെ സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ മറന്നു പോകാറുണ്ട്. ഇപ്പൊ ഞാൻ ഒരു ചെറിയൊരു വിക്കൽ വന്നപ്പോ ഞാൻ ഇപ്പൊ അത് ആലോചിച്ചത് നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ ഇത് അതർ സ്റ്റേറ്റ് വണ്ടിയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിത് റീച്ച് ചെയ്ത് കേരളത്തിലേക്ക് നമ്മൾ ആക്കി തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 9.5 ലക്ഷം രൂപയാണ്. NOC പ്രൈസ് ആണ്. നമുക്ക് കേരളത്തിലേക്ക് ആക്കുമ്പോഴത്തേക്കും ചെറിയൊരു ഡിഫറൻസ് വരും ടാക്സിന്റെ. ഓക്കെ, അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മള് ടാക്സ് നിങ്ങൾ അടക്കേണ്ടി വരും. ബാക്കി പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇതും ഇന്റർകൂളർ ആണ് കേട്ടോ. ഇത് പൊന്ന് കഴിച്ച് ഞാനൊരു കാര്യം പറയട്ടെ, എന്ത് സുഖാന്ന് അറിയുമ്പോ സത്യം പറഞ്ഞാൽ ഈ കിടക്കുന്ന ഈ സെക്ഷനിലെ അതുപോലെ തന്നെ ആ സെക്ഷനിൽ കിടക്കുന്ന വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഇനോവ ക്രിസ്റ്റ, ഫോർച്യൂണർ ഒക്കെ ഓടിക്കാൻ എന്ത് സുഖമെന്ന് പറയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര സുഖമാണ് ഓടിക്കാനായിട്ട്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഒരെണ്ണം എടുത്തിട്ടാലോ എന്ന് പോലും ഞാൻ ആലോചിച്ചായിരുന്നു. പക്ഷെ ഏതാ ഞാൻ വെച്ചു, വേറൊന്നും കൊണ്ടിട്ടല്ല. നമുക്ക് അത്യാവശ്യം മൈലേജും അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ടിട്ടാണ് വേറൊന്നും കൊണ്ടിട്ടല്ല കേട്ടോ. അപ്പൊ ഇനോവ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ടിട്ട് മാത്രം അത് മാത്രമല്ല, നമ്മളുടെ അടുത്ത് ഒത്തിരി പേര് എൻക്വയറിയും ചെയ്യാറുണ്ട് ഇനോവ ഉണ്ടോ എന്നുള്ളത്. അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇത്ര അധികം ഇനോവ നിങ്ങൾക്ക് വേണ്ടിട്ട് എടുത്തു വെച്ചേക്കുന്നത്. ഇന്റീരിയർ കാണിച്ചു തരാം ഗൈസ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്റീരിയർ. ഇനോവയുടെ ഇന്റീരിയർ ആണ് കേട്ടോ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാണെന്നുണ്ട് ഞാൻ സത്യം പറയല്ലോ ഗൈസ്, നിങ്ങൾക്ക് ഫാമിലി യൂസിനൊക്കെ ഒരു 8 പേർക്കൊക്കെ ഉണ്ടല്ലോ വളരെ സുഖമായിട്ട് നിങ്ങൾക്ക് പോകാനില്ല. ലോങ് ഡ്രൈവ് പോവാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഏറ്റവും കൂടുതൽ കംഫർട്ടബിലിറ്റി തരുന്ന ഒരു വണ്ടി തന്നെയാണ് ഇനോവ. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. കാരണം നാളെ നിങ്ങൾക്ക് ഇത് റീസെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു 1 ലക്ഷം രൂപയൊക്കെ ചിലപ്പോൾ 1-2 ലക്ഷം രൂപ നിങ്ങൾക്ക് നഷ്ടം വരുള്ളൂ. എന്നാലും നിങ്ങൾക്ക് യൂസ് ചെയ്തതിന്റെ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മോഹവേലയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന വണ്ടികൾ കൊടുക്കാവുന്നതാണ്. അതാണ് ഇനോവയുടെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ടൊയോട്ടയുടെ എഞ്ചിൻ ആയതുകൊണ്ട് നമുക്ക് ഒരു രീതിയിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം കിടന്ന് അങ്ങോട്ട് ഓടിക്കോളും. പ്രോപ്പർ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഓടിക്കോളും. വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നും ഇല്ലാത്തൊരു വണ്ടിയാണ് ഇത്. അടുത്ത നമ്മൾ പരിചയപ്പെടുത്തുന്നത് വീണ്ടും ഒരു ഇനോവയാണ്. 2015 മോഡൽ 2.5 വി ഓപ്ഷനിൽ വരുന്ന വണ്ടി. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. ആകെ 1,17,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നും തന്നെ ഇല്ല. ഇത് ലിമിറ്റഡ് എഡിഷൻ ആണ്. ഡയമണ്ട് കട്ട് അലോയ്സ്, അതുപോലെ തന്നെ ഇന്റീരിയറിൽ ബ്ലാക്ക് കളർ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് അതർ സ്റ്റേറ്റ് വണ്ടി ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് വലിയ നഷ്ടമോ കാര്യങ്ങളോ ഒന്നും വരാനായിട്ടില്ല. കാരണം ഇന്നോവയാണ്. ഇപ്പോൾ ഞാനൊന്നും പറയുന്നില്ല. ഇതും ഇന്റർകൂളർ ആണ്. ഏകദേശം 15 കിലോമീറ്റർ പെർ ലിറ്റർ നമുക്ക് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് കേട്ടോ. അപ്പൊ ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെറും 10.5 ലക്ഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലോഞ്ച് ചെയ്യാം. അടുത്ത നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് മാരുതി സുസുക്കിയുടെ എർട്ടിഗയാണ്. നമുക്ക് ഇനോവ പോലെ തന്നെ അത്യാവശ്യം ഫാമിലി യൂസിനൊക്കെ പറ്റിയ ഒരു 7 സീറ്റർ വണ്ടി തന്നെയാണിത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ വർഷത്തെ 2023 മോഡൽ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ടോപ്പ് ആൻഡ് വണ്ടി ZXi ടോപ്പ് ആൻഡ് വണ്ടി. മാനുവൽ ഓപ്ഷൻ, പെട്രോൾ എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. ഇതിന് നമ്മൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 12.5 ലക്ഷം രൂപയാണ്. വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നും തന്നെ ഇല്ല. എനിക്ക് തോന്നുന്നത് ഇതിലൊരു ചെറിയൊരു തരി സ്ക്രാച്ച് പോലും ഇല്ല. അത്രയും ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ്. ആകെ 21,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ഇത് കണ്ടോ, എനിക്ക് കളറാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഭയങ്കര രസമായിട്ടുള്ള ഒരു കളറ്. ടയറും കാര്യങ്ങളൊക്കെ നോക്കിക്കോ. കണ്ടോ, അത്യാവശ്യം ഏകദേശം ഒരു 85% ടയറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ വണ്ടിയുടെ അകത്തിരിക്കത്തില്ല, ആ സെയിം ഫീൽ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ പുതിയ വണ്ടിയുടെ സ്മെല്ലില്ലേ, അതാണ് എനിക്ക് ഇപ്പൊ ഇതിന്റെ അകത്തിരിക്കുമ്പോൾ കിട്ടുന്നത്. ടച്ച് സ്ക്രീൻ, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, അതുപോലെ തന്നെ ഇത് കണ്ടോ, ഒരു രക്ഷയില്ലാട്ടോ.
അപ്പൊ നല്ല ക്ലീൻ ആയിട്ടുള്ള വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന എർട്ടിഗയാണിത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്നോവയെ പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടി തന്നെയാണ്. ഫാമിലി യൂസിന് അത്യാവശ്യം ഒരു 7 പേർക്കൊക്കെ കംഫർട്ടബിൾ ആയിട്ട് പോകാൻ പറ്റിയൊരു വണ്ടിയാണിത്. അപ്പൊ പ്രൈസ് കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. 12 ലക്ഷം രൂപയാണ് ഞാൻ ചോദിക്കുന്നത്. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ ഷോറൂമിലേക്ക് വരാം. ഓക്കെ, വെറും 50,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന എർട്ടിഗ എന്റെ ഷോറൂമിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോകുന്നതാണ്. ബാക്കി ഫിനാൻസ് ചെയ്യണോട്ടോ, അത് മറന്നു വരുന്നത്. ഓക്കെ, 50,000 രൂപയാണ് ഡൗൺ പേയ്മെന്റ് വരുന്നത്. 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന എത്തിയോസ് ലിവ ആയിട്ടാണ് അടുത്ത ഞാൻ വന്നിരിക്കുന്നത്. 2012 മോഡൽ എത്തിയോസ് ലിവ GD ആണ്. ഡീസൽ എഞ്ചിൻ വരുന്ന വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആകെ 1 ലക്ഷം കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. നല്ല ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. 20 കിലോമീറ്റർ മൈലേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? പക്ഷെ ഞാൻ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന്റെ പ്രൂഫോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇന്റർകൂളർ വരുന്ന വണ്ടിയാണ്. ഇന്നോവക്ക് മാത്രമല്ല എത്തിയോസിനും ഇന്റർകൂളറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 60-70% ടയറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണിത്. അപ്പൊ ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 3,90,000 രൂപയാണ്. ലോൺ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് ഒരു 50,000 രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി എടുക്കാവുന്നതാണ്. ഇത് അതർ സ്റ്റേറ്റ് വണ്ടിയാണ്. കേരളാക്കിയതിനു ശേഷം മാത്രമേ നമുക്ക് ലോൺ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതർവൈസ് നിങ്ങൾക്ക് ഈ ഒരു NOC പ്രൈസ് നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ റെഡി ക്യാഷിന് അങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. കേരളാക്കി തന്നെ എന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. ഫോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി നമ്മുടെ രാജ്യത്ത് നിന്ന് പോയെങ്കിൽ പോലും ഇപ്പോഴും ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടി തന്നെയാണ് ഫോർഡിന്റെ എക്കോസ്പോർട്ട്. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് 2013 മോഡൽ 14 രജിസ്ട്രേഷനിൽ വരുന്ന ഫോർഡ് എക്കോസ്പോർട്ട് ടൈറ്റാനിയം പ്ലസ് ടോപ്പന്റെ വണ്ടിയാണ്. ഡീസൽ എഞ്ചിനാണ്. ഇതിന്റെ ഒരു പ്രത്യേകത ഞാൻ എടുത്തു പറയട്ടെ, കാരണം ഞാൻ ഈ ഷോറൂമിൽ വന്നപ്പോഴത്തേക്കാണ് ആക്ച്വലി എക്കോസ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വണ്ടി ഞാൻ ഓടിക്കുന്നത് തന്നെ. അപ്പൊ അതിനു മുമ്പ് ഞാൻ ഓടിച്ചിട്ടില്ല, ഉള്ളത് പോലെ പറയാലോ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഇല്ലേ, ഗിയറൊക്കെ ഇടുമ്പോ പഴം പോലെ ഇരിക്കുന്നു ഗൈസ്. കാരണം അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ വണ്ടി. ഞാൻ മേടിച്ചാലോ എന്ന് വരെ ആലോചിച്ച് പോയെന്ന്, പക്ഷെ കച്ചവടത്തിനായതുകൊണ്ടിട്ട് ഞാൻ മേടിക്കുന്നില്ല ഗൈസ്. എന്തായാലും ഇത് എടുക്കുന്ന ആൾക്കാർ ഭാഗ്യവാന്മാരായിരിക്കും. കാരണം അത്രയും സുഖമാണ് ഈ വണ്ടിയിൽ ഇരുന്ന് പോകാൻ. നമ്മുടെ കൂടെ ഉണ്ടായവർ പോലും പറഞ്ഞായിരുന്നു. കാരണം AC കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. ഡൽഹി രജിസ്ട്രേഷൻ വണ്ടിയാണ് ഇത്. നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് KL രജിസ്ട്രേഷനിൽ നിന്നൊക്കെ നമ്മൾ മാറ്റി തരുന്നതായിരിക്കും. നമ്മൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 4,90,000 രൂപയാണ്. ആകെ 63,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് കേട്ടോ. ക്ലീൻ വണ്ടിയാണ്. ഓക്കെ, ടയറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 70 അല്ലെങ്കിൽ 60% ടയറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ എക്കോസ്പോർട്ടിന്റെ ഇന്റീരിയർ. നല്ല ക്ലീൻ ആയിട്ടുള്ള ഇന്റീരിയർ അല്ലേ? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയിട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എക്കോസ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വാഹനം ഒരുപാട് ഇഷ്ടപ്പെട്ട്. ഫോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് തന്നെ വന്നോന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഒരു വണ്ടികള് നമ്മുടെ ആ ഒരു ബ്രാൻഡ് നമ്മുടെ രാജ്യത്ത് നിന്ന് പോകുമ്പോഴത്തേക്ക് എത്രത്തോളം അവരിറക്കിയ വണ്ടികളും ആ ഒരു ബ്രാൻഡിന്റെ വാല്യൂം എത്ര ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. സത്യത്തില് എനിക്ക് ഈ ഒരു വണ്ടി ഓടിച്ചപ്പോ സത്യത്തിൽ ഞാൻ അറിയാതെ എനിക്ക് പോലും ആ ഒരു കമ്പനി ഞാൻ ഓർത്തുപോയി. സത്യത്തില് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് ഇത്, ഫോർഡ് ടൈറ്റാനിയം. അടുത്ത ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു കുഞ്ഞു വണ്ടിയാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. കുറെ പേര് നമ്മളിപ്പോ വലിയ വണ്ടികളൊക്കെ കാണിക്കുമ്പോൾ കുഞ്ഞു വണ്ടി ഞങ്ങൾക്ക് പറ്റിയ വണ്ടികളൊന്നും ഇല്ലേ മോളെ എന്ന് ചോദിക്കും. എന്തായാലും അതുകൊണ്ടാണ് ഈ വണ്ടി പരിചയപ്പെടുത്തത്. 2009 മോഡൽ വണ്ടിയാണിത്. ആൾട്ടോ LX ആണ്. പെട്രോൾ എഞ്ചിൻ വരുന്ന വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ്. 1 ലക്ഷം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. ഫുൾ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 1,25,000 രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. പ്രൈസ് കൂടുതലാണ് നിങ്ങളിപ്പോ പറയുന്നുണ്ടാവും. എന്തായാലും പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഡയറക്റ്റ് നമ്മുടെ ഷോറൂമിലേക്ക് വന്ന് വണ്ടി ഓടിച്ച് നോക്കി ഇഷ്ടപ്പെട്ട് നിങ്ങൾ എടുക്കാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ പ്രൈസ് നെഗോഷ്യബിൾ ചെയ്ത് തരുന്നതായിരിക്കും. ലോൺ കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല കേട്ടോ. കാരണം 2009 വണ്ടിയാണ്. ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നടക്കുന്ന വണ്ടിയാണ് കേട്ടോ. ഗൈസ്, നമുക്ക് ഇവിടെ യൂസ്ഡ് കാർസ് മാത്രമല്ല യൂസ്ഡ് ബൈക്സ് നമുക്ക് അവൈലബിൾ ആണ്. വെറും 40,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹീറോന്റെ എക്സ്പൾസ് റാലി എഡിഷൻ നിങ്ങൾക്ക് സ്വന്തമാക്കാം. വെറും 50,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉള്ളൂ. RC200 വെറും 70,000 രൂപ. ഡ്യൂക്ക് 390 പെയിന്റും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. ഇതും ഏകദേശം ഒരു 60,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇത് പക്ഷെ കൊടുക്കാനായിട്ടുള്ള വണ്ടിയിൽ ഇത് എന്റെ വണ്ടിയാണ്. ഇതും കൊടുക്കാനായിട്ടുള്ള എന്റെ വണ്ടിയാണ്. ഇത് ഏകദേശം ഒരു 20,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന എക്സി നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ യൂസ്ഡ് കാർസ് മാത്രമല്ല യൂസ്ഡ് ബൈക്സും നമുക്ക് അവൈലബിൾ ആണ്. ഇത് കൊടുക്കാനല്ലോ കേട്ടോ. ഇതൊക്കെ എന്റെ വണ്ടിയാണ്. ഗൈസ്, വെറും 10,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന ഹ്യുണ്ടായുടെ ഇയോൺ എറാ പ്ലസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. 2013 മോഡൽ വണ്ടിയാണിത്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ആകെ 1,05,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ്. 2 പവർ വിൻഡോ, അതുപോലെ തന്നെ പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക് എല്ലാം വരുന്ന ഒരു വണ്ടിയാണ്.
അപ്പൊ ഇത് നമുക്ക് ഏകദേശം ഒരു ഫാമിലി യൂസിനൊക്കെ പറ്റിയ ഒരു കുഞ്ഞു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടി തന്നെയാണത്. 10,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി ഇറക്കാം കേട്ടോ. നമ്മൾ ഇനി ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 1,55,000 രൂപ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന വണ്ടി എടുക്കാവുന്നതാണ്. 10,000 രൂപ ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കാവുന്നതാണ്. ഗൈസ്, അപ്പൊ നമ്മളുടെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. സത്യത്തിൽ നമ്മൾ വീഡിയോ എടുത്തു വന്നപ്പോഴത്തേക്കും രാത്രിയായി, ഇപ്പൊ ലൈറ്റും കാര്യങ്ങളൊക്കെ പോയി. എന്തായാലും നമ്മളുടെ കംപ്ലീറ്റ് സ്റ്റോക്ക് ആണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വണ്ടി നിങ്ങൾക്ക് എടുക്കാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുടെ ഷോറൂമിന്റെ ലൊക്കേഷനും പേരും കോൺടാക്ട് നമ്പർ എല്ലാം കൊടുത്തേക്കാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. എന്റെ നമ്പർ മാത്രമല്ല, നമ്മുടെ പിള്ളേരുടെ നമ്പറും കൂടെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ എന്തായാലും ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല, കാരണം ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. എത്രത്തോളം സൗണ്ട് ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്നാലും അടുത്തതായിട്ട് നമ്മൾ ഇനി ഇതുപോലെ തന്നെ ഒത്തിരി വണ്ടികളൊക്കെ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉടനെ നമ്മൾ വരുന്നതായിരിക്കും. ഇനി നമുക്ക് ഒരുപാട് സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെ ഒത്തിരി സപ്പോർട്ടോടുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ വളർന്നു പോകുന്നത്. ഇതിന്റെ കൂടെ തന്നെ വേറൊരു കാര്യം കൂടെ പറയാനായിട്ട്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് 2 ലക്ഷം ആയിരിക്കുകയാണ്. അപ്പൊ ഇതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഒരു 1 മില്യൺ എങ്കിലും ആക്കി തരണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഓഫറും അതുപോലെ തന്നെ ഇതുപോലെ നല്ല നല്ല കളക്ഷൻസ് ഉള്ള വണ്ടികളും കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.